ചികിത്സാശാസ്ത്രം മെയിൻ സ്ട്രീം മെഡിസിനായിട്ട് അംഗീകരിച്ചു. പിന്നെ സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ രാഷ്ട്രത്തിലെയും അല്ലെങ്കിൽ ഓരോ സംസ്കാരത്തിന്റെയും ഭാഗമായിട്ട് അവർക്ക് അവരുടേതായ വൈദഗ്ധ്യത്തോടുകൂടി ഉണ്ടാകുന്ന ചികിത്സാശാസ്ത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം, ഇവിടെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധവൈദ്യം, അങ്ങനെ ചില ഇന്ത്യയിലെ തന്നെ പരമാവധി വിജ്ഞാനം, ഇങ്ങനെയുള്ള ചികിത്സാശാസ്ത്രം, അതായത് അവരുടെ സംസ്കാരത്തിന്റെ വൈദഗ്ധ്യത്തിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതുപോലെ ചൈനയുടെ പ്രത്യേക ചികിത്സാ രീതി, ജപ്പാനിലൊക്കെ അവരുടേതായ ചികിത്സാ രീതി. അപ്പൊ നാടൻ ചികിത്സാ രീതികളാണ് സെക്കൻഡ്. അപ്പൊ മുഖ്യവും ഇതും കഴിഞ്ഞ് നാടൻ അവരുടെ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിനും കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഹോമിയോപ്പതി പോലുള്ള ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസിലുള്ള സ്കോപ്പ്. ഹോമിയോപ്പതി സിസ്റ്റം ഓഫ് മെഡിസിൻ ഈ പറയുന്ന വൈദ്യുതമായിട്ടുള്ള ചികിത്സാ രീതികൾക്ക് അതിൻ്റെതായ കാലഘട്ടങ്ങളുണ്ട്. നമ്മുടെ ആയുർവേദത്തിന് 50,000 പരം വർഷങ്ങൾ പഴക്കമുണ്ട്. അത്രത്തോളം പഴക്കം അതിന് പന്തിയേ ഉള്ളൂ. ഇന്ന് കാണുന്ന മോഡേൺ മെഡിസിൻ, വ്യാപിച്ചു കിടക്കുന്ന മോഡേൺ മെഡിസിന് 2500 പരം വർഷങ്ങളിൽ പഴക്കം. ഈ 5000-2500 വർഷം പഴക്കമുള്ള ഈ പ്രധാനപ്പെട്ട ചികിത്സാ രീതികളുടെ മുൻപിൽ നോക്കുമ്പോൾ ഹോമിയോപ്പതി ഇന്ന് കേവലം 200 വർഷം മാത്രമേ പിന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, 1796 ഹോമിയോപ്പതിയുടെ തത്വസംഹിത കണ്ടെത്തുന്നത്. ആ തത്വസംഹിതയുടെ അടിസ്ഥാനത്തിൽ ഒരു ചികിത്സാശാസ്ത്രമായിട്ട് രൂപം കൊള്ളുന്നത് ഹോമിയോപ്പതിയുടെ ആ ഓർഗനം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആദ്യത്തെ പതിപ്പ്, ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്ത 1810. ആ 1810 കണക്കാക്കി നോക്കുമ്പോൾ 2010 കഷ്ടിച്ച് 200 വർഷം തികയില്ല. ആ ഹോമിയോപ്പതിയുടെ രഹസ്യം ഇന്ന് മെയിൻ സ്ട്രീം മെഡിസിൻ, മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും മെജോറിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100-150-160 രാഷ്ട്രങ്ങളിൽ വന്നെങ്കിൽ അവരുടെ പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ചികിത്സാ രീതിയാണെങ്കിൽ ഇന്ന് 200 വർഷം മാത്രം പഴക്കമുള്ള ഈ ചികിത്സാ രീതി 100-ൽ പരം രാഷ്ട്രങ്ങളിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിനായിട്ട് ഇത് അംഗീകരിക്കപ്പെടുന്നു. ഇതിന്റെ മെസ്സേജ് അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 100 എന്നാൽ അത് കഴിഞ്ഞ അവസാനം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് WHO തന്നെ ഒരു കണക്കനുസരിച്ചിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഈ മെയിൻ സ്ട്രീം മെഡിസിൻ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഔഷധം ഹോമിയോപ്പതിയാണ്. പക്ഷേ അവരുടെ ഉള്ള കാര്യമില്ല. ഞാൻ കൂടുതലായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം എന്ന് WHO അംഗീകരിക്കുന്നു. അങ്ങനെ WHO അതിൽ തന്നെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ ഏറ്റവും ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കിയാലും ഒരു അവസരത്തില് നമ്മുടെ പരിസ്ഥിതി സെലിബ്രേഷൻ ഉദ്ഘാടന സമയത്ത് അന്നത്തെ വന്ന കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ പോലും 2ാം സ്ഥാനം അലോപ്പതി കഴിഞ്ഞാൽ നാടൻ സമ്പ്രദായങ്ങൾ ആയുർവേദവും മറ്റുമൊക്കെ ചെറിയ പോക്കറ്റുകളിലേ ഉള്ളൂ. ആയുർവേദവും അല്ലെങ്കിൽ സിദ്ധം എന്നൊക്കെ പറയും. അത് വ്യാപകമാണ്. പക്ഷെ ഇന്ത്യയിലും സെക്കൻഡ് പൊസിഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതിയാണ്, അലോപ്പതി. അപ്പോ ഇത് ആണ് നമ്മുടെ പൊസിഷൻ, ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യം, കേരളത്തിലെ ഈ ഇത്രയും സംസ്ഥാനങ്ങളുള്ളതിന് ഏറ്റവും ഇത് ഹോമിയോപ്പതിയുടെ തുടക്കം അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഗ്രാൻഡ് ഓഫ് ഹോമിയോപ്പതി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബംഗാളാണ്, കൽക്കട്ടയിലാണ് ആദ്യം മിഷണറീസ് വരുന്നതും. അവിടെയാണ് അനവധി പ്രഗത്ഭന്മാരായ അലോപ്പതി ഡോക്ടർമാർ കൺവെർട്ട് ചെയ്ത് ഹോമിയോപ്പതിക്ക് ഹോമിയോപ്പതി അവിടെ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നത്. നിങ്ങൾ ഓഡിപ്പൊക്കെ പഞ്ചാബിലൊരു സ്റ്റേറ്റ്, പിന്നെ ഓഡിപ്പൊക്കെ പോയത് കൽക്കട്ടയായിരുന്നു. അത് ഹോമിയോപ്പതി ചരിത്രം, ഇന്ത്യയുടെ ചരിത്രമാണ്. അപ്പോ അത് അങ്ങനെ ഇന്ത്യയിലെ ഈ പറഞ്ഞ സംസ്ഥാനത്ത് ഉണ്ടായെങ്കിലും ഇന്ന് ബംഗാളിലെ സ്ഥിതി വളരെ വളരെ പരിതാപകരമാണ്. ഞാനവിടെ പല കോളേജുകളിലും പലയിടത്തും ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഉള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ആദ്യത്തെ ബാച്ചിൽ. അവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇപ്പോൾ അതിന്റെ ഗവേണിംഗ് ബോർഡ് മെമ്പറാണ്. എനിക്ക് അവിടുത്തെ ഏറെക്കുറെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും വളരെ വളരെ പരിതാപകരം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനി നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ബംഗാളിൽ നിന്ന് വാസ്തവത്തില് ഈ ചുരുങ്ങിയ കാലം 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സംസ്ഥാനം ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ലോകത്ത് ഞാൻ പറഞ്ഞൊരു 200 രാഷ്ട്രങ്ങളിൽ ഹോമിയോപ്പതി വന്നിട്ടുണ്ട്.
ഹോമിയോപ്പതിയുടെ തുടക്കം ജർമ്മനിയിലാണെങ്കിലും ജന്മം കൊണ്ടത് ജർമ്മനിയിലാണെങ്കിലും അതിന്റെ ആദ്യത്തെ ബാല്യകാലം പിന്നിട്ടത് അമേരിക്കയിലാണ്. USA-യില് 1910-20കളിലൊക്കെ 18ഉം 20ഉം നിലകളുള്ള വലിയ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, വലിയ ബിൽഡിങ്ങും അവിടെ ഹോമിയോപ്പതിക് സർജൻസ്, ഹോമിയോപ്പതിക് ഒബ്സ്റ്റട്രീഷ്യൻസ്, ഹോമിയോപ്പതിക് ഡെന്റിസ്റ്റ്, ഹോമിയോപ്പതിക് പീഡിയാട്രിഷ്യൻ, ഇതൊക്കെ സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങിയിരുന്ന ഒരു വലിയ ഒരു ചരിത്രം ഹോമിയോപ്പതിക്ക്. ഇത് സംബന്ധിച്ചിട്ട് 4 വോളിയം ബുക്സ്, ഹിസ്റ്ററി ഓഫ് ഹോമിയോപ്പതി ഇൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് USA എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഇവിടെ ഇല്ല, ഉണ്ടെന്ന് എനിക്കറിയില്ല. ആന്ധ്രാഷ്ട്രം കോളേജിന്റെ ലൈബ്രറി 4 വോളിയം, ആ സർജന്മാരുടെ പണം ഉൾപ്പെടെ ആ കെട്ടിടങ്ങളുടെ പണം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്ന് കേട്ടാലും വിശ്വസിക്കുന്നില്ല. അപ്പൊ അത്രയും വലിയ ഒരു സംവിധാനത്തിൽ ഹോമിയോപ്പതി ഉയർന്നു നിന്നു. ഏതാ 1900, അതായത് എക്സാക്ട്ലി ഒരു ശതാബ്ദത്തിന് മുന്നിൽ. അതായത് ഇപ്പൊ നമ്മള് 21ാം നൂറ്റാണ്ടിൽ നിൽക്കും അല്ലെ? 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. 10, 20 എന്തിന്റെയൊക്കെ ഉച്ചകോടി നിൽക്കുന്ന കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് 1930-40 കൂടി ഹോമിയോപ്പതി ലീഗലൈസ്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഏറ്റവും മുൻപന്തി നിൽക്കുന്നു, നമുക്കിപ്പോ ഏറ്റവും സുഭിക്ഷമായിട്ട് കഴിയുന്നു, നല്ല പ്രാക്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ അധികാരം നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. അതായത് ഏറ്റവും വലിയ കെട്ടിടങ്ങളും വലിയ കോളേജുകളും വലിയ ആശുപത്രി, ഹനുമാൻ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജെന്നും ആശുപത്രി എന്നൊക്കെ പറഞ്ഞ എന്റെ പടങ്ങളൊക്കെ ഞാൻ കണ്ടത് ഞങ്ങളുടെ പഴയ പുസ്തകം. ആ നിന്ന ഹോമിയോപ്പതി അമേരിക്കയിൽ നിന്ന് നിഷ്ക്രമണം ചെയ്യുവാൻ വലിയ താമസമുണ്ടായി. കേവലം ആന്റിബയോട്ടിക്സിന്റെ ആവിർഭാവം, ആന്റിബയോട്ടിക്സിന് അങ്ങനെ വന്നപ്പോൾ അലോപ്പതിയിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തോടുകൂടി ഹോമിയോപ്പതിയുടെ ഈ പറയുന്ന വലിയ ഗോപുരങ്ങൾ അടുപ്പിക്കാറുണ്ട്. 1940 വളരെ മോശമായി. 1940 ശേഷം വളരെ പിന്നോക്കം പോയി. വീണ്ടും ഈ കഴിഞ്ഞ ശതാബ്ദത്തിന്റെ അവസാന ദശകങ്ങളിലാണ് വീണ്ടും അവിടെ ഒരു മുന്നേറ്റം തുടങ്ങുന്നത്. അത് നാം ശ്രദ്ധിക്കപ്പെടും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്നിപ്പോ ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ 100 രാഷ്ട്രങ്ങളിൽ ഹോമിയോപ്പതിയുടെ സന്ദേശം എത്തി, അല്ലെങ്കിൽ അവിടെ പലതരത്തില് ഈ പറയുന്ന പോലെ ഇന്ത്യയിലുള്ളതുപോലെ റെക്കഗ്നീഷൻ ആയിട്ടില്ലെങ്കിൽ പോലും ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന വലിയ സമൂഹം. പക്ഷേ എങ്കിലും ഇന്ത്യയാണ് ഇന്ന് ലോകത്തിലെ സൂപ്പർ പവർ ഓഫ് ഹോമിയോപ്പതി, സൂപ്പർ പവർ ഓഫ് ദി വേൾഡ്. ഹോമിയോപ്പതിയുടെ സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്നത് ഇന്ത്യ. കാരണം ഇന്ത്യയിൽ ഇരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം, ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരം, അതുപോലെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, എഡ്യൂക്കേഷൻ രീതി, റിസർച്ച്, മെഡിസിൻ മാനുഫാക്ചറിംഗ്, ഈ വക രംഗത്തുണ്ടായിരിക്കുന്ന എല്ലാ മുന്നേറ്റവും മറ്റൊരു രാഷ്ട്രത്തിനും ഉണ്ടായിരുന്നു. അപ്പം വേൾഡിലെ സൂപ്പർ പവർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. ആ മുൻപന്തി നിൽക്കുന്നു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ വേൾഡ് ക്യാപിറ്റൽ എന്ന് അവകാശപ്പെടുവാൻ അർഹതയുള്ള ഒരു വിഭാഗമാണ് കേരളം. അപ്പൊ കേരളത്തിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവരും അഭിമാനിക്കാം. പക്ഷേ ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വേൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അഭിമാനിച്ച്, അല്ലെങ്കിൽ ഇവിടെ വളരെ വിചിന്തരായിട്ട് നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇന്നത്തെ കാര്യം കേരളത്തിലെ ഹോമിയോപ്പതി കോളേജുകളുടെ അവസ്ഥ, അധ്യാപകർക്കെല്ലാവരും UGC സ്കെയില്, ഡയറക്ട് പേയ്മെന്റ്, ഇവിടെ മറ്റ് ശമ്പളാസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം പഴയ ഹിന്ദിയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ സ്ഥിതി കേട്ടാൽ നിങ്ങൾ അന്തത് അവിടെയൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു കോളേജിൽ 7 or 8 അധ്യാപകരുള്ളപ്പോൾ ഇവിടെ 43 അധ്യാപകരാകുന്നത് കഴിഞ്ഞ ദിവസം എല്ലാത്തിനും ഓർമ്മയായി. 43 അധ്യാപകർ. ഇപ്പൊ പുതിയ റെഗുലേഷൻ വരാൻ പോകുന്ന 24 വരുന്നതാണ്. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം നടത്താൻ പോകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മുടെ മുൻപന്തിയിലാണ്. നമ്മുടെ ഇവിടുത്തെ ഡിസ്പെൻസറി, കൊച്ചു കേരളത്തിലെ 581 ഡിസ്പെൻസറി ഉണ്ട്, 33 ആശുപത്രി ഉണ്ട്. പുറമേ സർക്കാർ ഈ പറഞ്ഞ കൊളീജിയറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ESIയിൽ 13 ഡിസ്പെൻസറി ഉണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്. ഈ പറയുന്ന പ്രിസണിലും സെക്രട്ടേറിയറ്റിലും മറ്റ് പല സ്ഥലങ്ങളില് പ്രത്യേക ആശുപത്രികളുണ്ട്, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുണ്ട്, സീതാലയം പ്രോജക്റ്റ് ഉണ്ട്. ഇതൊന്നും മറ്റു സ്റ്റേറ്റുകളിലൊന്നും വന്നിട്ടില്ല.
അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഇത് നിൽക്കുകയാണ്. കേരളത്തിലെ പ്രാക്ടീഷണേഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കുറഞ്ഞത് ആവറേജ് ഒരു 25 to അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഏൺ ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് അനവധിയുണ്ട്. അവിടെ അവരാരും ഈ പറയുന്ന അലോപ്പതിയോ മറ്റ് സിസ്റ്റങ്ങളെയോ ആശ്രയിച്ചല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. അതേസമയം മഹാരാഷ്ട്രയിലോ ആന്ധ്രയിലോ യുപിയിലോ ബീഹാറിലോ ഒക്കെ അവര് അലോപ്പതിയാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ചിലപ്പോൾ വളരെ സിറ്റീസിലൊക്കെ ചിലപ്പോൾ ഹോമിയോപ്പതിക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ വളരെ തുല്യന്മാരെന്ന് പറഞ്ഞ വളരെ കേൾക്കുമെങ്കിലും മെജോറിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന അലോപ്പതിയാണ്. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതിക്ക് കോളേജുകളുണ്ട്. ആകെ 184 കോളേജുള്ളതിന് 49 ഹോമിയോ മെഡിക്കൽ കോളേജ് ഡിഗ്രി കോഴ്സ് നടത്തുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ ഇന്ത്യയിൽ ആകപ്പാട് ഇന്നലെ 42 43 PG കോളേജുകൾ ആരംഭിച്ചതിന് ഏകദേശം 22 കോളേജുകളും ഈ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് അടങ്ങുന്ന സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇനി ഇതിലൊക്കെ വളരെ രസകരമായിട്ടൊരു വസ്തുത, നമ്മളൊക്കെ ഇവിടെ വലിയ കാര്യത്തിന് ഈ എഴുന്നേൽപ്പിച്ച് ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായിട്ട് കൊണ്ടുവരുന്ന മഹാന്മാരെന്ന് പറയുന്ന ഡോക്ടർ രാജൻ ശങ്കരൻ, ഡോക്ടർ ഫറൂഖ് മാസ്റ്റർ, ഡോക്ടർ ചിന്താനാവാല അദ്ദേഹത്തിന്റെ ഫാമിലി, ഡോക്ടർ ജവഹർ ഷാ ടീം, അതുപോലെ ഡോക്ടർ ധവളെ ഗ്രൂപ്പ്, ഈ പറയുന്ന ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തൊക്കെ ഓടി നടന്ന് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ അതോറിറ്റീസ് ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക സ്കൂൾ ഓഫ് പ്രാക്ടീസ് എസ്റ്റാബ്ലിഷ് കൊണ്ടുവന്ന വലിയ വലിയ മഹാന്മാരുടെ നാടും ഈ പറയുന്ന മഹാരാഷ്ട്രയാണ്. അപ്പൊ നമ്മളെന്താ കഴിയുന്നത്, മഹാരാഷ്ട്ര ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും വലിയ ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളേജുകളും ഈ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായിട്ട് കേരളത്തിലെ ഹോമിയോപ്പതി ഇതിലെ ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ 1000 1200 തസ്തികകളുണ്ട് ഗവൺമെന്റ്. ഇല്ലേ, ഈ 581 ഡിസ്പെൻസറി, NRHM ഡിസ്പെൻസറികൾ, അതിനു പുറമെ ഈ പറയുന്ന കോളേജുകൾ, ഇത് ESI മറ്റ് സംവിധാനങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ DMOമാരെ ഡയറക്ടറൊക്കെ നോക്കിയെടുത്തു വരുമ്പോൾ മോർ ദാൻ 1000 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗവൺമെന്റ് ജോബ് ഇവിടെ ഹോമിയോപ്പതിക്കുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. ഇതിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഇത്രയും കോളേജുകളുള്ള ഈ പറയുന്ന സ്ഥലത്ത് എത്ര ഹോമിയോപ്പതി ഗവൺമെന്റ് സെക്ടറിൽ എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അറിയാമോ? 01 ഒരൊറ്റ ഒരേ ഒരു പോസ്റ്റാണ്. എന്താ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് പണമില്ലാതിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യമായ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ന് ഇന്ത്യയിലെ ഹോമിയോപ്പതി മുഴുവൻ CCH-ലായാലും CCRH-ലായാലും ഇതൊക്കെ കൈയടക്കി വച്ചിരിക്കുന്ന അധികാരം കൈയാളുന്ന പ്രഗത്ഭന്മാരും ഈ പറയുന്ന മഹാരാഷ്ട്രയിൽ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കോട്ടയം ഗവൺമെന്റ് ഡിസ്പെൻസറി ഒരാളെ ഉള്ളൂ എങ്കിൽ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ കേരള അവരുടെ ഈ മഹാരാഷ്ട്ര അസംബ്ലിയിൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കി. ഹോമിയോപ്പതി പ്രാക്ടീഷേഴ്സിന് അലോപ്പതിയും പ്രാക്ടീസ് ചെയ്യാം. ഹോമിയോപ്പതി പ്രാക്ടീസിന് അലോപ്പതി പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, അവിടെ ഈ ഇറങ്ങിയിരിക്കുന്ന പ്രഗത്ഭന്മാരായ ഈ ലോക വേൾഡ് ലീഡേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗത്ഭന്മാർ, നമ്മളിവിടെ വന്ന് അവരെയൊക്കെ പരിചയമുണ്ടാക്കുന്നത്, അവര് വലിയ ഇത്രയും പഠിപ്പിച്ചിറങ്ങിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഇത്രയും കോളേജുകളുണ്ട്, ഇത്രയും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇറങ്ങിയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വേക്കൻസി മാത്രമുള്ള സ്ഥലത്ത് അവര് പറയാ ഞങ്ങൾക്ക് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, അലോപ്പതി പ്രാക്ടീസ് ചെയ്യണം. അത് ഗവൺമെന്റ് കൊണ്ടൊന്നുമല്ല, ഈ പറയുന്ന പ്രഗത്ഭന്മാരെ അടങ്ങുന്ന ഹോമിയോ സമൂഹം വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഗവൺമെന്റിന്റെ മുന്നിൽ ആവശ്യപ്പെട്ടിട്ട് അത് അവർക്ക് അലോപ്പതി പ്രാക്ടീസ് ചെയ്യാനുള്ള അസംബ്ലിയിൽ ഉണ്ടാക്കിയില്ല. അത് നടപ്പാകുമോ ഇല്ലെന്നുള്ളത് സെൻട്രൽ കൗൺസിൽ ആക്ടിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോരോ ഇനി ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് വേറെ വശം. പക്ഷേ മഹാരാഷ്ട്രയിലെ ഏറ്റവും ഹോമിയോപ്പതിയുടെ ഇന്നത്തെ ഏറ്റവും ജീർണിച്ച അവസ്ഥയാണ് ഞാനിപ്പോൾ. ഈ ജീർണിച്ച അവസ്ഥയെക്കുറിച്ച് അവിടെ ആർക്കും യാതൊരു ബോധലേഷനുമില്ല. ഇത് അതിന്റെ ഗതിപതിപ്പ് കർണാടകയിൽ വെച്ചിട്ടുണ്ട്. ഇത് മറ്റ് സ്റ്റേറ്റുകളെ ബാധിക്കുവാൻ പോവുകയാണ്. പക്ഷെ കേരളത്തിൽ അതല്ല. കേരളത്തിൽ ഇന്ന് എനിക്ക് ധൈര്യമായിട്ടും പറയാം, ഇവിടെ ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ്
ഇവിടെ ഒരുപാട് പ്രാക്ടീഷണർമാർ അലോപ്പതി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ അന്വേഷിച്ച് നോക്കുക, അലോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണം ഇല്ല. അവസാനം ആരെങ്കിലും തെറ്റിയോ തെറിച്ചോ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ രഹസ്യമായിട്ട്, വളരെ ഗോപ്യമായിട്ട്, വളരെ വളരെ ചെറിയ 1%, 2% ഇല്ലേ? അതുകൊണ്ട് എന്താ വെച്ചാൽ ഹോമിയോപ്പതി മരുന്നുകൾ ഏറ്റവും കൂടുതൽ കൺസംഷൻ നടക്കുന്നത് കേരളത്തിലാണ്. യുവത്തൊക്കെ അറിയാം, ഡോക്ടർ സുനിലേശിയും അവർക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ മെഡിസിൻ സെയിൽസ് നടക്കുന്നത് കേരളത്തിലാണ്. ഇന്ന് മെഡിസിൻ സെയിൽസിന്റെ ഡീലേഴ്സിന് ഒരു അസോസിയേഷൻ ഉണ്ടായത് കേരളത്തിലാണ്. കാരണം അത്രമാത്രം സെയിൽസ് ഇവിടെ ഹോമിയോപ്പതിയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഹോമിയോപ്പതി ഡോക്ടർമാർ കൂടുതലുണ്ടെങ്കിലും സെയിൽസ് അത്രയില്ല. കാരണം എന്താ? കാരണം അവർ അലോപ്പതിയാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇതെങ്ങനെയുണ്ടായി? കേരളത്തിൽ ഹോമിയോപ്പതി ഈ രംഗത്ത് പ്രവർത്തിച്ച സംഘടനകൾ, ഈ രംഗത്ത് വന്ന ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. ഹോമിയോപ്പതിയെ കുറിച്ച് നടന്നു. പ്രത്യേകിച്ച് ISK പോലുള്ള പ്രസ്ഥാനം നടത്തിയതാണ് ഇതുപോലുള്ള ഹോമിയോപ്പതി 2000 ആണോ എല്ലാവർക്കും ആരോഗ്യം, ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. ഇതുപോലെ ഒരു 4-5 ബുക്കിലേക്ക് 25,000 കോപ്പി വീതം അന്ന് നടത്തി കേരളമെമ്പാടും നടന്ന മെഡിക്കൽ ക്യാമ്പുകൾ, സർവ സമ്മേളനങ്ങളൊക്കെ നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച്. അപ്പോൾ എന്ത് പറ്റി? ജനങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാന തത്വങ്ങളും സിംഗിൾ മെഡിസിനും മിനിമം ഡോസും ഒക്കെ പറഞ്ഞ് ജനം കുറെ ബോധവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഹോമിയോപ്പതി പ്രാക്ടീഷണർമാർക്ക് അലോപ്പതി പ്രാക്ടീസ് ചെയ്യാനൊക്കത്തില്ല. അവര് ഇത് ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചടിച്ചു. അപ്പൊ ഹോമിയോപ്പതി പ്രാക്ടീഷണർമാർക്ക് നേരത്തെ സംഘടന ക്ലാസ് നടത്താനോ സെമിനാർ നടത്താനോ ആള് കൊടുത്തില്ല. അപ്പൊ എന്ത് പറ്റി? ഇത് ഹോമിയോപ്പതി പഠിക്കണം. അപ്പൊ ആൾക്കാരുടെ സംഘടനകളുടെ സെമിനാറുകളും ക്ലാസുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പഠിച്ചില്ലെങ്കിൽ അവർക്ക് നിൽക്കാനോ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നില്ല ക്ലാസിക്കൽ ഹോമിയോപ്പതിയാണ് അല്ലെങ്കിൽ ഹെൽമാനിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എല്ലാവരും പ്രാക്ടീസ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഹോമിയോ മെഡിസിൻസ് ഒന്നുകിൽ 2-3 മരുന്നുകളൊക്കെ കൊടുത്ത് ഹോമിയോ മെഡിസിനിൽ മാത്രം നിൽക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തി. ഇനി നമ്മുടെ ജനതയെ സിംഗിൾ മെഡിസിനും മിനിമം ഡോസും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് ഹോമിയോപ്പതി എന്ന് ഒന്നുകൂടെ ഉൾപ്പെട്ടാക്കാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോമിയോപ്പതിക്കാർ ക്ലാസിക്കൽ ഹോമിയോപ്പതി ആകേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാവും. അങ്ങനെ ഹോമിയോപ്പതി നിലനിൽക്കുന്നത്. അപ്പൊ അതിനെ ഇവിടെ കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കും. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ 2ാം ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ബൈസന്റൈൻ സെലിബ്രേഷൻ അനുസരിച്ച് ഇതുപോലെ വ്യാപകമായ പണി നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ ജനം ബോധ്യപ്പെട്ട്, നേതാക്കന്മാർ ബോധ്യപ്പെട്ട്, നിങ്ങൾക്കറിയാം 1990 മുതൽ 2000 വരെ കഴിഞ്ഞ ഒരു ദശകത്തിന് മുൻപ് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. കേരളത്തിൽ PG കോഴ്സുകൾ വന്നു, കേരളത്തില് ഡയറക്ട് ട്രെയിനിങ് വന്നു, UGC സ്കെയിൽ വന്നു, അനേകം ഡിസ്പെൻസറികൾ 98-99 വരെ തുറന്നു, അതിന്റെ എണ്ണം കൂടി, DMO ഓഫീസ് വന്നു, ഫാർമസി ഡെവലപ്പ് ചെയ്തു. ഏതെല്ലാം തരത്തിലെ ഹോമിയോപ്പതി ഡെവലപ്മെന്റ്, ആ പറയുന്ന ഡെവലപ്മെന്റിന്റെ ഒരു കണികയെങ്കിലും ഈ കഴിഞ്ഞ 2000 ശേഷം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നോക്കം. അപ്പൊ ഹോമിയോപ്പതി പുറകോട്ട് കൊണ്ടുകൊണ്ടിരിക്കും. അപ്പൊ അതെന്താ കാരണം? ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ നമ്മുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്, ഹോമിയോപ്പതിയുടെ വേൾഡ് ക്യാപിറ്റലാണ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും. അതായത് 12ാം പഞ്ചവത്സര പദ്ധതി ഈ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് അവർക്കാണ് കൊടുക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച അതേതാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും എല്ലാ പഞ്ചായത്തും ആരംഭിച്ചു. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വന്നു, താലൂക്ക് ഹോസ്പിറ്റൽസ് വന്നു, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരും. അതോടൊപ്പം ഓരോ ജില്ലയിലും പിന്നെ ജനറൽ ഹോസ്പിറ്റൽ ആരംഭിച്ചു, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വന്നു. ഈ പറഞ്ഞ എല്ലാ സ്പെഷ്യാലിറ്റി മേഖലകളിലും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു. അന്നത്തെ 2000 അന്നിവിടെ ഉണ്ടായിരുന്നത് ഒരു 7-8 മെഡിക്കൽ കോളേജുകളാണ്. ഇന്ന് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 23-24 എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ഈ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ 8 മെഡിക്കൽ കോളേജ് ഉള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം എമർജിംഗ് കേരളയിൽ പോലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ 2-3 പാർട്ടികൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജില് 2002 അന്നത്തെ അഡ്മിഷൻ കപ്പാസിറ്റി വെറും ഈ പറയുന്ന ഒരു 1000 അടുത്ത് താഴെയാണെങ്കിൽ ഇപ്പോ അത് ഏകദേശം 2500 കഴിഞ്ഞു. ഇനി പുതിയ കോളേജുകൾ വരുമ്പോൾ 3000-3500 ഒരു വർഷം ഉണ്ടാവും. ഇതിന് പുറമെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി MBBS എടുക്കുന്ന വേറൊരു കഥ. അപ്പൊ അവരുടെ എണ്ണം
എത്രയോ മടങ്ങ് കൂടുകയാണ്. 2002 അതായത് 2002 ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ആന്റണി സർക്കാരാണ് കേരളത്തിലെ സ്വാശ്രയ കോടതി തുടങ്ങുവാൻ അനുവാദം കൊടുത്തത്. അങ്ങനെ പ്രൊഫഷണൽ കോളേജ് സ്വാശ്രയ മേഖലയിലേക്ക് വന്നപ്പോൾ ഈ അലോപ്പതി രംഗത്തുണ്ടായ മുന്നേറ്റമാണ് ഞാനിപ്പോൾ ആയുർവേദത്തിലുണ്ടായി. ആയുർവേദത്തിന് 2002 ഈ ഹോമിയോപ്പതിക്ക് 250 അഡ്മിഷനുണ്ട്. അന്നും ഈ 5 കോളേജിൽ 250 വീതം 250 പേര് BHMS കോഴ്സിലുണ്ട്. അന്ന് ആയുർവേദം 200 ഉണ്ട്. ആ ആയുർവേദം ഇന്ന് 860 സ്റ്റുഡൻസിനെ പ്രതിവർഷം അഡ്മിറ്റ് ചെയ്തു. ഇനി വീണ്ടും 2-3 കോളേജിൽ വരാൻ പോകുന്നു. അപ്പൊ മൊത്തത്തിൽ വരാൻ പോകുന്നത് ആയുർവേദത്തിന്റെ ആവശ്യകത 1000-ലേക്ക് നീങ്ങും. നമ്മളിപ്പോഴും പഴയ 250 ആ 250 പോലും ഗവൺമെന്റ് ഫീസിൽ പഠിക്കാൻ പോലും വിദ്യാർത്ഥികൾ കുറവ്. പല സീറ്റും വേക്കന്റ് ആവും. എന്തുകൊണ്ട്? യങ്സ്റ്റേഴ്സിനെ കുറ്റപ്പെടുന്ന കാര്യമില്ല. ഇപ്പൊ നിങ്ങളെ വേറെ കാര്യമാണ്, നമ്മളുടെ എല്ലാവരും കൊട്ടിഘോഷിച്ച എമർജിംഗ് കേരള. എമർജിംഗ് കേരള നടന്നപ്പോൾ എന്താണ് ഉണ്ടായത്? കേരളത്തിൽ വൻപിച്ച വികസന സാധ്യത വ്യാവസായിക രംഗത്ത് പല പല ഇൻഡസ്ട്രീസില് IT മേഖലയില് പ്രത്യേക ചില മേഖലകളിലൊക്കെ വൻപിച്ച വികസന സാധ്യത. ആ വികസന സാധ്യതകളുള്ളത് അവിടെ തന്നെ എത്രയോ വലിയ വലിയ അതോറിറ്റി വലിയ വലിയ സംഘടനകൾ സ്ഥാപനങ്ങൾ വന്നിട്ട് ചില എഞ്ചിനീയറിംഗ് കോളേജിലെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആകും, മറ്റേതിന്റെ കോഴ്സ് തുടങ്ങും, തുടങ്ങും. അപ്പൊ എന്താ എല്ലാം ടെക്നോളജിയാണ്. അവർക്കുള്ള ജോലി സാധ്യത ഒരു വലിയ ഒരു ഇതാണ് പദ്ധതിയാണ് ഇന്നത്തെ യങ്ങർ ജനറേഷന് മുന്നിൽ വെച്ചത്. അപ്പൊ ഈ പദ്ധതികളെല്ലാം പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഇവിടുത്തെ യങ്ങർ ജനറേഷൻ മുഴുവൻ അങ്ങോട്ട് ഒരു ഏറ്റവും സൂപ്പർ ക്ലാസ്, അതായത് ഈ ബ്രെയിൻ ഏറ്റവും വലിയ മോസ്റ്റ് ബ്രില്യന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ടെക്നോളജി ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. അവർക്ക് അവിടെ പോയാൽ ഇത് മെഡിസിൻ മേഖലയിൽ പണ്ടൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ മേഖലയിലായിരുന്നു ഇതിന്റെ ആവശ്യം. ഇപ്പോ അത് ടെക്നോളജിയിലേക്ക് മാറി. ഇനി ഈ എമർജിംഗ് കേരള നൽകുന്ന പാഠവും കുറെ വർഷങ്ങൾക്ക് ഈ ചെറുപ്പക്കാരെല്ലാവരും മുന്നോട്ട് അങ്ങോട്ടും അത് പൊതുവെ അവർക്ക് ജോലി സാധ്യതയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മെഡിസിൻ ഉണ്ട്. മെഡിസിൻ എവിടെ വരുന്നത്? ആയുർവേദം, അല്ല അലോപ്പതി, അല്ലെങ്കിൽ ആയുർവേദം. എന്താ കാരണം? ആയുർവേദത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ് വരിക. ആയുർവേദത്തിൽ പ്രത്യേകിച്ച് ഈ സാം പിട്രോഡായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിക്കാനും സാം പിട്രോഡ് 10 നിർദ്ദേശങ്ങൾ വെച്ചു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി. അതിൽ 2ാമത്തെ നിർദ്ദേശത്തോട് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ആയുർവേദത്തിന്റെ ലോക തലസ്ഥാനമാക്കുക. അപ്പൊ ലോക തലസ്ഥാനമാക്കുന്നതിന് അവര് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദം പ്രചരിപ്പിക്കുവാനും ആയുർവേദം സമ്പൂർണമായ രീതിയിലൂടെ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഇവിടെ ആരംഭിക്കുന്നു. 12ാം പഞ്ചശ്രമത്തിൽ കോടിക്കണക്കിന് രൂപ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആയുഷ് മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു റിപ്പോർട്ട് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ കോടിക്കണക്കിന് രൂപയാണ് വരുന്നത്. ഈ പണം മുഴുവൻ ഈ പറയുന്ന ആയുർവേദ മേഖല കൊണ്ടുവരും. കേരളത്തിനെ വേൾഡ് ക്യാപിറ്റലാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ കേന്ദ്രത്തിലെ മന്ത്രിമാർ, പ്രധാനമന്ത്രി എല്ലാവരും ആയുർവേദ മേഖലയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന അലോപ്പതി, അത് കഴിഞ്ഞ് നിൽക്കുന്ന ആയുർവേദം. ഇത് ഈ വരാൻ പോകുന്ന 5-8 വർഷങ്ങൾക്കകം ഇവിടെ കേരളത്തിൽ ഉണ്ടാകുവാൻ പോകും. ആയുർവേദ ഡോക്ടർമാരുടെ എണ്ണം കൂടും, അലോപ്പതി ഡോക്ടർമാരുടെ എണ്ണം കൂടും. ഇവരെല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ വലിയ സ്ഥാപനങ്ങളും റിസർച്ച് സ്ഥാപനങ്ങളും ഉണ്ടാവും. മാനുഫാക്ചറിംഗ് കൺസേൺ ഉണ്ടാവും. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. ഒരുപാട് ഇപ്പൊ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്ത എത്ര പഞ്ചായത്തിലാണ് ഉള്ളത്? ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ആർക്കാ ജോലി സാധ്യത? ഇപ്പൊ ഏതെങ്കിലും സിംഗിൾ ആയിട്ട് ഏതെങ്കിലും ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അലോപ്പതിയിൽ ഒരാളുണ്ടെങ്കിൽ അയാള് ഏതെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒന്നല്ല, അയാൾ 3-4 സ്ഥാപനങ്ങളിൽ അയാള് അവിടുത്തെ ഇതായിരിക്കും, സർജനോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റോ ആയിരിക്കും. ഇപ്പൊ സിംഗിൾ പ്രാക്ടീഷൻസിന് അവർക്ക് സ്കോപ്പില്ല. ഇന്നുണ്ടായിരിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതികമായിട്ട് രോഗനിർണയത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം അവരുടെ അധീനതയിലാണ്. അപ്പൊ ലോകം മുഴുവൻ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ പറയുന്നു അലോപ്പതിയിലെല്ലാം പാർശ്വഫലങ്ങളുണ്ട്, ദോഷഫലങ്ങളുണ്ട്, അതിന് വില കൂടുതലാണ്, അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കഴിക്കുന്നതിന് വില കൂടുതലാണ്, അതുകൊണ്ട് ഇതൊന്നും ആരും സ്വീകരിക്കില്ല
എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള വലിയ ബോർഡ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് 2 തുണിക്കട ഉണ്ടെങ്കിൽ ആ തുണിക്കടയിൽ മറ്റേ ഒരു തുണിക്കട ന്യായമായ വിലയ്ക്ക് നല്ല തുണി കിട്ടുമെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടൽ എടുത്താൽ പോലും ഒരു ഹോട്ടലിൽ വളരെ നാടൻ ഭക്ഷണം നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ശുദ്ധിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും വളരെ ആഡംബരത്തോടുകൂടി വളരെ ഇതായിട്ട് വലിയ ഷോയൊക്കെ കാണിച്ച് വലിയ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ എല്ലാവരും ആ ഹോട്ടലിലേ പോകും. അവിടെ ചിലപ്പോൾ വില ഇതിന് 4-5 കൊടുക്കണമായിരിക്കും, പക്ഷെ ജനം അങ്ങോട്ടേ പോകും. ഇല്ലേ? അത് നമ്മുടെ എല്ലാവരും മനസ്സിലായി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വിലയല്ല പ്രശ്നം. ഏറ്റവും കൂടുതൽ മോഡേണൈസേഷൻ കാണിക്കുന്നത് അവിടെ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചിട്ടും അവരറിയേണ്ട കാര്യമില്ല. അപ്പോ ഈ അവസ്ഥയാണ് ഇന്ന് ഹോമിയോപ്പതി കേരളത്തിൽ നേരിടുന്ന അവസ്ഥ. അലോപ്പതി വളരെയധികം മുന്നേറിക്കഴിഞ്ഞു, ഇനിയും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആയുർവേദത്തിനെ ഓൾറെഡി പൈതൃകമായുള്ള ആയുർവേദ ശാസ്ത്രത്തെ നിങ്ങളാരും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. ജനം അതിൽ നിങ്ങൾ ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അല്ലെങ്കിൽ അതിന് വില കൂടിയെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാരണം അത് ഞങ്ങളുടെ പൈതൃകമാണ്, നമ്മുടെയൊക്കെ പൈതൃകമാണ്. നമ്മുടെ കുടുംബത്തെ കുറ്റം പറയാൻ ആരെങ്കിലും അനുവദിക്കുന്നു. അപ്പോ അങ്ങനെ 2 ചികിത്സാശാസ്ത്രങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഹോമിയോപ്പതിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. ഈ 10 കൊല്ലമായിട്ട് ഒരു സീറ്റ് പോലും കൂടിയിട്ടില്ല, ഒരു കോഴ്സ് പോലും കേരളത്തിൽ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 10-30 ഡിസ്പെൻസറി തുടങ്ങിയല്ലാതെ ഒരു ഡിസ്പെൻസറി പോലും തുറന്നിട്ടില്ല. ഒരു മേഖലയിൽ ഒരു ഡെവലപ്മെന്റും ഉണ്ടായിട്ടില്ല. അപ്പൊ ഹോമിയോപ്പതിയുടെ നോക്ക് എങ്ങോട്ടാ? സൈഡിലേക്ക്. അപ്പൊ ഈ പറയുന്ന 2 ചികിത്സാശാസ്ത്രങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള മുന്നേറ്റം വരുമ്പോൾ ഹോമിയോപ്പതി പുറന്തള്ളപ്പെടും. ഇത് തന്നെയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഉണ്ടായ ഒരു മുന്നേറ്റം. അതായത് 1910 എക്സ്പെക്റ്റോട് 2010, 2020 ഹോമിയോപ്പതി ഉന്നത ശ്രേണിയിലാണെങ്കിൽ അടുത്ത ദശകത്തിൽ താഴും. അതെത്ര സഡനായിട്ടുള്ള ഡിക്ലൈനിങ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലേ എന്നുള്ള ഒരു സന്ദേശമാണ് എന്നെപ്പോലുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം. കാരണം ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഈ ഹോമിയോപ്പതി രംഗത്ത് ഒരു വിദ്യാർത്ഥിയായി വന്നത് 1961-ലാണ്. 61 കഴിഞ്ഞ് ആദ്യം ഹോമിയോപ്പതി നിങ്ങളെ പോലെ ആദ്യം താല്പര്യത്തോട് വന്ന ആളല്ല. പക്ഷെ ഹോമിയോപ്പതിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 1963 സെക്കൻഡ് ഇയർ കഴിഞ്ഞ് അന്നത്തെ ഇംഗ്ലീഷ് കണ്ടുവന്നു. ശരിയായ ഒരു ക്ലിനിക്കൽ ഫീസിലേക്ക് വന്നപ്പോൾ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ മനസ്സിലാക്കി, ഹോമിയോപ്പതി ഒരു ഉത്തമ ശാസ്ത്രമാണെന്ന് കണ്ട് അതിലേക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. അന്ന് തൊട്ട് ഈ മേഖലയിൽ ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു. എനിക്ക് ദൈവം ഒരു പ്രത്യേക ഒരു സാഹചര്യം, ഒരു അനുഗ്രഹം തന്നു. ഹോമിയോപ്പതിയുടെ എല്ലാ മേഖലകളിലും, കോടതികളിലായാലും പ്രൈവറ്റ് കോടതിയിലും ഗവൺമെന്റ് കോടതികളിലും, ആശുപത്രികളായ പ്രൈവറ്റ് മേഖലയിലും, എന്റെ ഗവൺമെന്റ് മേഖലയിലും, ഗവൺമെന്റ് മേഖലയിലെ ഡയറക്ടറേറ്റിലും ആദ്യത്തെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഞാനാണ്. അതുപോലെ ഹോമിയോപ്പതി ഇതിന്റെ ഹയർ സ്റ്റഡീസ് ആദ്യം ഇന്ത്യയിൽ വന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ആദ്യത്തെ കാര്യം പഠിക്കുന്നതിനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിലാക്കുന്നതിനും ഇന്ത്യയിൽ മുഴുവൻ ഉള്ള സ്ഥാപനങ്ങൾ മനസ്സിലാക്കുന്നതിനും സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതിയിലെ ഗവേണിംഗ് ബോർഡിൽ 3 term കൺസിസ്റ്റീവായിട്ടിരുന്നവരാണ്. അപ്പൊ അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കുന്നതിനും സെൻട്രൽ കൗൺസിലിന്റെ ഹോമിയോപ്പതിയിൽ 2 term മെമ്പറായിട്ടുള്ളതാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, മറ്റ് കമ്മിറ്റികളിൽ മെമ്പറായി ഇന്ത്യയിലെ ഒട്ടുമുക്കാലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനും റിപ്പോർട്ട് കൊടുക്കുന്നതിനും കഴിഞ്ഞവരാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി ഗവേണിംഗ് ബോർഡിലും സ്റ്റാൻഡിംഗ് ഫിനാൻസ് കമ്മിറ്റിയിലും പ്രവർത്തിക്കുവാൻ അവസരം കിട്ടുവാൻ അതൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുവാൻ കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ നാഷണൽ ലെവലിലുള്ള മറ്റ് പല ബോർഡിൽ ഇപ്പോഴും ഈ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ROTP പ്രോഗ്രാമിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ഒരു ഔട്ട്സൈഡ് മെമ്പർ എന്നത് ഞാനാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ഞാൻ ഈ പറയുന്നത് എനിക്ക് എല്ലാ മേഖലകളിലും റിസർച്ചായാലും എഡ്യൂക്കേഷനായാലും മെഡിസിൻ മാനുഫാക്ചറിംഗ്, ഹോമിയോപ്പതി ഫാർമസിയുടെ തുടക്കം കുറിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവൻ ഞാനാണ്. ശബരിമലയിൽ ആദ്യം ഡിസ്പെൻസറി കൊണ്ട് അത് എസ്റ്റാബ്ലിഷ് കൊണ്ടുവരുവാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അപ്പം ഹോമിയോപ്പതിയുടെ റീച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകാനും അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വ ഒരു കൊണ്ടുവരുന്നതിന് ഒരു ഭാഗ്യം ലഭിച്ചതാണ് ഞാൻ. അതുപോലെ ഇവിടുത്തെ ഈ ഫാർമസി കോളേജിന്റെ സർവകലാശാലയുടെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിൽ പ്രഥമ പങ്ക് വഹിച്ചവനാണ് ഞാൻ. ഇതൊക്കെ ഞാൻ എന്റെ വെളിപ്പുകൊണ്ടാണെന്ന് പറഞ്ഞില്ല, ദൈവികമായിട്ട് എനിക്ക് കിട്ടിയ നിയോഗങ്ങളാണെന്നാണ് ഞാൻ പറയുന്നത്.
ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയും നിയോഗങ്ങൾ ഒരാളെ ഏൽപ്പിച്ചുവെങ്കിൽ, സമൂഹമോ അല്ലെങ്കിൽ ദൈവമോ പ്രകൃതിയോ ഒരാളെ ഏൽപ്പിച്ചുവെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. ഈ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഞാൻ നിഷ്ക്രിയമായിരുന്നില്ല. ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാനും അവിടെ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും പരമാവധി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ 50 കൊല്ലം 2013 ആകുമ്പോൾ എനിക്ക് ഈ മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ അരശതാബ്ദം അർദ്ധ സെഞ്ചുറി നേടി. അപ്പൊ അർദ്ധ സെഞ്ചുറി നേടിയ ഒരാൾ പേരുപോലുള്ള കേരളത്തിലുണ്ടാവുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഉള്ളവർ തന്നെ ചിലപ്പം ഈ രംഗത്തേക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ എനിക്കങ്ങനെ നിയോഗം കിട്ടിയ ഈ പറയുന്ന സർവകലാശാലകളിലായാലും ഈ റിസർച്ചിന്റെ മേഖലയിലായാലും മെഡിസിൻ മാനുഫാക്ചറിംഗിന്റെ രംഗത്തായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലായാലും സംസ്ഥാന സർക്കാരിന്റെ ഗവൺമെന്റായാലും മറ്റു തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാൻ കിട്ടിയ അതിൽ കൂടെ ആർജിച്ച അനുഭവം, അതിൽ കൂടെ ആർജിച്ച അറിവ്, ഇത് എല്ലാം കൂടെ ഇത്ര നാൾ പ്രവർത്തിച്ചതിന്റെ ഊർജം, ഇതെല്ലാം കൂടെ സംശീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ ഇന്നത്തെ ഈ ചികിത്സാവസ്ഥയിലേക്ക് പോകുന്നത് കാഴ്ച കാണുവാനുള്ള ശക്തി എനിക്കുണ്ടാകും. എനിക്കില്ല. ഞാൻ വാസ്തവത്തില് ഞാൻ എന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ചെറിയ കണ്ടപ്പോൾ സാറും ഇങ്ങനെ ഈ വയസ്സക്കാരനാണ്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഇപ്പൊ എത്ര വയസ്സായി? 19 അല്ലേ? 20, 22 നിൽക്കുന്നവരാ. ഞാൻ നിങ്ങളെ എത്രയും പടക്കും. ഞാൻ 69 ആകാൻ കിടക്കുന്നു. ഒരു കൊല്ലത്തേക്കാൾ 70s നിങ്ങൾ സ്വീറ്റ് 70 നടക്കുമ്പോൾ ഞാൻ സ്വീറ്റ് 70യിലേക്ക് കിടക്കുകയാണ്. അല്ലെങ്കിൽ വയസ്സാകുന്ന വിറ്റർ 70 എന്നാണ് പറയുന്നത്. പക്ഷേ സ്വീറ്റ് 70യിലും വിറ്റർ 70 അപ്പോ ഞാൻ ആ ഏജിലേക്ക് കിടക്കുന്നതാണ്. പക്ഷെ എന്റെ മനസ്സാക്ഷി പറയുന്നത് തനിക്ക് ഇത്രയും നിയോഗം ലഭിച്ചിട്ടുള്ള ഒരാൾ തന്റെ കർത്തവ്യമാണ് അടുത്ത യങ്ങർ ജനറേഷനെ ഇനി വരാൻ പോകുന്ന ആ ദുരന്തത്തെ കുറിച്ചിട്ട് ബോധവൽക്കരിക്കേണ്ട ചുമതല എന്നിൽ അർപ്പിതമാണെന്നുള്ള ബോധമാണ് ഞാൻ ഈ പരിപാടികളുടെ ഈ ചെറുകിട സംഘടനകളുടെ മുന്നിലും ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും ഞാൻ വരുന്നത്. കാരണം നിങ്ങളുടെ ഭാവി, എന്റെ ഭാവി പ്രശ്നമാണ്. കാരണം എല്ലാം ഏകദേശം എനിക്ക് ഹോമിയോപ്പതിയിൽ കിട്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡ്വൈസറാണ്. ഒരു ഔട്ട്സൈഡ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു അഡ്വൈസർ പോസ്റ്റ് കിട്ടുന്നത് ഞാനാണ്. ആ ഒരു ഗവൺമെന്റ് ഇനിയിപ്പോ എന്റെ അടുത്ത് ആരും വരുന്നില്ല. എനിക്ക് മാത്രമേ കിട്ടൂ. ബാക്കിയുള്ളവരെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ കൂടി പ്രൊമോട്ട് ചെയ്ത് വന്ന അഡ്വൈസറാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോ ഇതിനകത്തൊരു പൊസിഷൻ ഞാനിപ്പോ പലരും കുറെ പേര് അധികാരികളും ഇത് അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ വേറെ ഏതൊക്കെ ലക്ഷ്യം കിട്ടില്ല. എനിക്കൊരു ലക്ഷ്യവും നേടാനുള്ള ലക്ഷ്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ജീർണാവസ്ഥ. പ്രത്യേകിച്ച് ആയുർവേദം അലോപ്പതി കാരണം മുന്നേറുമ്പോൾ ഇത് പിന്നോട്ട് പോകുന്നു. ഈ ചരിത്രം അമേരിക്കയിലെ ചരിത്രം, ഹോമിയോപ്പതി ചരിത്രം അറിയാവുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാക്കി കണ്ടുകൊണ്ടിരിക്കാനുള്ളത്. അതിന്റെ ഉള്ള ആ സംഘർഷം അത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറഞ്ഞത്. അപ്പൊ ഇപ്പോ നിങ്ങളുടെ ഭാഗം, ഈ സ്ഥാപനത്തിന്റെ ഭാഗം, ഇത് മാത്രമല്ല ഇതിനൊക്കെ അതീതമായിട്ട് ഇന്ന് മനുഷ്യരാശിക്ക് ഏറ്റവും സേഫായിട്ട്, ഏറ്റവും സുരക്ഷിതമായിട്ട്, ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ കൂടെ, ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ, ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആരോഗ്യരംഗത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിയുന്ന ഏക ചികിത്സാശാസ്ത്രം ഹോമിയോപ്പതി. ആ ഹോമിയോപ്പതി ഇന്ന് വർദ്ധിച്ചു വരുന്ന ബിസിനസ് താല്പര്യങ്ങളുള്ള ആയുർവേദമോ അലോപ്പതിയോ പോലുള്ള ശാസ്ത്രങ്ങളുടെ അതിൽ താല്പര്യമുള്ള ആൾക്കാരുടെ മുന്നേറ്റം കൊണ്ട് ഇത് പുറന്തള്ളപ്പെട്ടു പോയാൽ മനുഷ്യരാശിക്ക് ഒരു വലിയ നഷ്ടം. ഡോക്ടർ ഹാനിമാൻ എന്താണോ മനുഷ്യരാശിക്ക് അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അതായത് ഈ ശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞാണ്. അതായത് the homeopathy is an art of healing gifted by the gracious God for the suffering humanity. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈശ്വരന്റെ വരപ്പെട്ട ദുരിതമനുഭവിക്കുന്ന മാനവരാശിക്ക് കരുണാമയനായ ഈശ്വരൻ കരുതി നൽകിയ വരപ്രസാദമാണ് ഹോമിയോപ്പതി ചികിത്സാരി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു ചികിത്സാശാസ്ത്രം വെറും കച്ചവട താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ താല്പര്യങ്ങൾക്ക് വന്ന് പണം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള മേഖലകളുള്ള ശാസ്ത്ര മേഖലകൾ ഇതിനെ അതിക്രമിച്ച് ഇതിനെ പിന്തള്ളി അവരെ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി അത് പോകുന്നത്
മനുഷ്യനാശിച്ചതിന് ദോഷമാണ്. ഡോക്ടർ ഹനുമാൻ നമ്മുടെ ഗുരുവായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് കാണിക്കുന്ന നിർണ്ണയാണ്. ആ സമയത്ത് പ്രതികരിക്കാത്തവർ വാസ്തവത്തില് പിന്നെ ഹോമിയോപ്പതി പ്രവർത്തനത്തിന് കാര്യമില്ല. ഇപ്പോ ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ ഹോമിയോപ്പതി രംഗത്തുള്ള സംഘടനകൾക്ക് അവരുടെ ഈഗോ പ്രശ്നം എന്തായാലും ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ സംഘടനകൾ കുറെ വർഷങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വൈശല്യങ്ങളുടെ സെലിബ്രേഷന്റെ ഭാഗമാക്കത്തില് ഹോമിയോ ഡോക്ടർമാർക്ക് അലോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ ഒക്കത്തില്ല, ഹോമിയോപ്പതി മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഈ പ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പഠിക്കുവാൻ ആൾക്കാരായി എവിടെയാണ് ക്ലാസ് ഉണ്ട് അവിടെ പോയി ഫീസ് കൊടുത്ത് 300, 400, 500 കൊടുത്തു വരും. അപ്പൊ ഇതിപ്പോ ഒരു കേരളത്തിൽ എല്ലാ സംഘടനകളും, ഒരു സംഘടന തന്നെ വന്നു, എല്ലാ സംഘടനകളും ഇതൊരു വ്യവസായമായിട്ട് മാറ്റി. അതിൽ മാത്രമേ താല്പര്യമുള്ളൂ. വേറെ എന്ത് പ്രവർത്തനമാണെന്ന് വേറെ എന്ത് പ്രവർത്തനത്തില്ല. ഹോമിയോപ്പതി അഫക്ട് ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ അവർ പ്രതികരിക്കാറുണ്ട്. ഹോമിയോപ്പതിയെ ഒന്നും ഒരു വൈദ്യശാസ്ത്രം പോലും അല്ലെന്ന് പറഞ്ഞിട്ട് NCHRS നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഹെൽത്ത് അതിനാര് പ്രതികരിച്ചു? ഹോമിയോപ്പതിയുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2010 ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്നത് ഓരോ ഡിസ്പെൻസറിലും എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ വേണം നിഷ്കർഷിക്കുന്ന നിയമമാണ്. അത് കേരളത്തിൽ നടപ്പിലായിരുന്നുള്ളൂ. കേരളത്തിൽ ഒന്നും അത് ഇപ്പം പെൻഡിങ്ങിലാണ്. അതിന് അവർ പറഞ്ഞിരിക്കുന്ന അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ അലോപ്പതിക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു പ്രാക്ടീഷണർ എത്ര ഹോമിയോപ്പതി പ്രാക്ടീഷണർ എൻകറേജ് ചെയ്യും, എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റിന്റെ പേരിൽ തള്ളിക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിയമം ഉണ്ടായിട്ട് ഇവിടെ എവിഡൻസ് ചെയ്തു. ഇപ്പൊ PG റെഗുലേഷൻ ഇവിടെ അമെന്റ്മെന്റ് ഉണ്ടായി. പിന്നെ ഈ പറയുന്ന CGH PG റെഗുലേഷന്റെ വീണ്ടും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനേക്കാളും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കും. ആരെങ്കിലും പ്രതികരിച്ചു? സംഘടനകൾ തുടങ്ങിയോ? ഞാൻ ഒരു സംഘടന മാത്രം പറയുന്നില്ല. ഒന്നുകൊണ്ട് നിങ്ങളെ പറയുന്ന ഈ BHMS റെഗുലേഷൻ, മിനിമം സ്റ്റാൻഡേർഡ്സ് റെഗുലേഷൻ ഇപ്പോ അമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് വരും, കേരളത്തിൽ വരും. ഇവിടുത്തെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായി? നിങ്ങൾ എത്ര പേര് അറിഞ്ഞു, എത്ര പേര് പ്രതികരിച്ചു? കോടതിയില് ഇപ്പോ ഇവിടെ നമ്മുടെ വളരെ പാടുപെട്ട് ഞാൻ ഇന്ന കാലഘട്ടത്തിലെ ഒരു വർക്ക് ലോഡ് ശാസ്ത്രീയമായിട്ട് കൊണ്ട് ഗവൺമെന്റ് സമർപ്പിച്ചിട്ട് ഗവൺമെന്റ് കോടതിയിൽ 43 സ്റ്റാഫ് വേണം. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറീസ് കമ്മിറ്റി അനുവദിച്ചാണ്. അങ്ങനെ ഗവൺമെന്റ് കോടതികൾ അനുവദിച്ചത് എയ്ഡഡ് കോടതികൾ ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അവിടെയും കൊടുക്കണമെന്ന് വന്നു. ഇവിടെ CGH നിർബന്ധം പിടിച്ചപ്പോൾ ഇപ്പൊ ഇവിടെയും 43 കോടതികൾ ഞാനിവിടെ നിങ്ങളെയൊക്കെ അനുഭവിക്കുക, നല്ലൊരു കാര്യം. പക്ഷേ ഇത് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ എടുക്കുന്ന 49 ഒരു പതിനെട്ട് പ്രൊഫഷനായിട്ട് ആണെങ്കിൽ അത് വരുന്നതിനിടയ്ക്ക് പുതിയ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിമം സ്റ്റാൻഡേർഡ്സ് വരികയാണ്. 24 ഫുൾ ടൈം മതി. 50 പഠിപ്പിക്കുന്ന കോളേജ് 24, 43 ഇവിടെ കിടക്കുന്നു, 24 ഇവിടെ കിടക്കുന്നു. ഇത് നിയമം പ്രാബല്യത്തിൽ വന്നാൽ നമ്മുടെ സ്റ്റേറ്റിലെ ധനകാര്യ വകുപ്പോ അല്ലെങ്കിൽ അധികാരികളോ നിങ്ങൾ വിചാരിക്കുന്നത് 43 വീട്ടിലേക്ക്. അപ്പൊ 43 എങ്ങനെ വിട്ടുപോയില്ല? ചിലപ്പോൾ ആളെ പെർമനന്റ് ആക്കി കഴിഞ്ഞാൽ തിരിച്ചുവിടാണ്. റെഗുലറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഫഷൻ പീരീഡ് എല്ലാം ഉള്ളവരെല്ലാവരും പ്രൊഫഷൻ കഴിയുമ്പോൾ അവിടെ തിരിച്ചുവിടും. നമുക്ക് ഒരു കേസിനും പോകാൻ ഇനി എല്ലാവരും റെഗുലറൈസ് ചെയ്തിട്ടുള്ളൂ. റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് വേക്കൻസി വരുമ്പോൾ അത് ഫില്ലിയായി കാലക്രമത്തിൽ ഇവിടെ 24 പോകുന്നു. അപ്പൊ നിങ്ങൾ അധ്യാപകർ വിചാരിച്ചു ഞങ്ങൾക്ക് 43 പോസ്റ്റ് കിട്ടി, ഞങ്ങൾ UGC സ്കെയിൽ കിട്ടി, ഞങ്ങൾ ഇതിന്റെ മുൻപന്തിയിലാണ്, ഞങ്ങൾക്ക് ഇനി പേടിക്കാനുണ്ടായി. ഒട്ടും പേടിക്കണ്ട. ഇത് നിയമം വരുമ്പോൾ കാണാം, അന്ന് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളി യാതൊരു സംശയവും. അപ്പൊ അങ്ങനെ ഒരു റെഗുലേഷൻ ഉണ്ടായി. ഇവിടെയുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തു. നിങ്ങൾക്കറിയാം, അതിനനുസരിച്ചിട്ട് ഹോമിയോപ്പതി 12 ഡിപ്പാർട്ട്മെന്റിലെ ഹോമിയോപ്പതി സർവീസിന് മാത്രം മതി ഫുൾ ടൈം സ്റ്റാഫ് എല്ലാ മേഖലയിലും. അതായത് നേരത്തെ ട്യൂട്ടർ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ട്യൂട്ടർ കേട്ടു, ഇപ്പൊ പ്രൊഫസർ, റീഡർ, ലെക്ചർ. അപ്പൊ ലെക്ചറാ വന്നു കഴിഞ്ഞിട്ട് ആ 3 കേട്ടിട്ടുള്ളത് ഓർഗനോളോ മെഡിസിൻ, പ്രാക്ടീഷണർ മെഡിസിൻ, ഹോമിയോപ്പതി പ്രത്യേകിക്കാൻ റെപ്പർട്ട്. ഈ 4 ഡിപ്പാർട്ട്മെന്റ്, ബാക്കി 4 ഡിപ്പാർട്ട്മെന്റിലെ എത്ര പിള്ളേരുണ്ടായാലും എത്ര മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാലും അനാട്ടമിക്ക് 2 പേര് വരും, ഫിസിയോളജിക്ക് 2 പേര് വരും, സർജറിക്ക് 2 പേര് വരും, ഒബ്സ്റ്ററ്റിക്സ് ഗൈനക്കോളജിക്ക് 2 പേര് വരും, പാത്തോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഹോമിയോപ്പതി ബോർഡർഷിപ്പ് മെഡിസിൻ ഒരാളുണ്ട്. അപ്പൊ ഈ ഒരാൾ വെച്ചിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? അയാൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവും, പേപ്പർ വാല്യുവേഷൻ ഉണ്ടാവും, അയാളുടെ പേഴ്സണൽ അവധി എടുക്കേണ്ടി വരും, അയാൾ ചിലപ്പോൾ അസുഖം വന്നാൽ ലോങ് ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് അപ്പൊ ആ കോളേജ് എടുത്ത് നടക്കും.
അപ്പൊ ഈ പറയുന്ന അതിന്റെ സ്ഥാനം എന്താണ്? ഈ പറയുന്ന വിഷയങ്ങളിൽ കാര്യമായ പഠനമൊന്നും നടക്കുന്നില്ല. 575 അനാട്ടമി പഠിപ്പിക്കേണ്ട സ്ഥലത്ത് 2 സ്റ്റാഫ് 50,000 100,000 നിർദ്ദേശമാണ്. അപ്പൊ അവരെന്ത് പഠിപ്പിക്കുക? അവരെങ്ങനെ ഡിസ്ട്രക്ഷൻ കാണിക്കും, എങ്ങനെ ഡെമോൺസ്ട്രേഷൻ കാണിക്കും, എങ്ങനെ നിങ്ങളുടെ ഡിസ്ട്രക്ഷൻ വീക്കിലി ഈ ടെസ്റ്റ് നടത്തും, എങ്ങനെ ക്ലാസ് ടെസ്റ്റ് നടത്തും, എന്ത് നടത്തും? ഇത്രയൊക്കെ ഉണ്ടായിട്ടാണെന്ന് നമുക്കറിയാം. അത് വേറൊരു വിഷയം. അപ്പോ ഇത് ഇത്രയും വന്നു കഴിയുമ്പോൾ ഈ എങ്ങനെ ഇതിന്റെ മാർക്ക്സ് ഉണ്ടാക്കണം, പേപ്പർ അയക്കണം, യൂണിവേഴ്സിറ്റി പരീക്ഷ എടുക്കണം, ഇതൊക്കെ എന്ത് നടക്കും? ഒന്നും ഇതെല്ലാം പ്രശ്നമായിരുന്നു. പേപ്പറൊക്കെ ഇങ്ങനെ പേര് നോക്കി മാത്രം എപ്പോഴും അത്രയ്ക്കുള്ള നല്ല വിളിക്കും. അപ്പൊ എന്താണ്? വളരെ മോശപ്പെട്ട കുട്ടികൾ ജയിക്കും. അപ്പൊ പഠിക്കേണ്ട ടോട്ടൽ അനാർക്കി, ടോട്ടൽ ഹോമിയോപ്പതിക് എഡ്യൂക്കേഷൻ ഉണ്ടാകും. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം വിചാരിക്കുകയാണ്. അനന്തരം ഈ പറയുന്ന പാരാമെഡിക്കൽ സബ്ജക്റ്റിനൊക്കെ ഹോമിയോപ്പതിയിൽ പഠിച്ചിട്ടെന്താ കാര്യം? ഞങ്ങൾക്ക് വിദ്യാർത്ഥിക്ക് ഓർഗനോൺ പോലെ വിദ്യാർത്ഥിക്ക് ഓർഗനോൺ പഠിച്ചാൽ പഴയ ലേവൻ ഹോമിയോപ്പതിന്റെ സ്റ്റാൻഡേർഡ്. ഇപ്പോ നമ്മളൊരു കാര്യം പഠിച്ചു, എന്തിനാ ഈ ഡിഗ്രി കോഴ്സ് കൊണ്ടുവന്ന്, എന്തിനാ ഈ PG കോഴ്സ് കൊണ്ടുവന്ന്? ഹോമിയോപ്പതിയിലെ ഇന്നത്തെ മോഡേൺ സയൻസിന് സയന്റിഫിക് ആയിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖല ഉണ്ടാകുന്ന മുന്നേറ്റം അതനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് കോണ്ടംപററി ഡെവലപ്മെന്റ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ റിസർച്ച് ഉണ്ടാവണം, അഡ്വാൻസ് ഉണ്ടാവണം എന്നുള്ളത്. ഒന്നും വേണ്ട. ഒരു പ്രാക്ടീഷനെ സംബന്ധിച്ച് വരാൻ പോകുന്ന പ്രശ്നം ഈ പറയുന്ന രീതിയിൽ ഒരു പഠനം നടത്തിയിറങ്ങുന്ന ഒരു ഡോക്ടർ, അത് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം. ഈ പറയുന്ന ഒരാൾ ഇന്ന് നമുക്കറിയാം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രോഗനിർണയത്തിന് വേണ്ടി ആധുനികങ്ങളായിട്ട് ഡെയിലി ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആധുനിക ഒരു മെഡിക്കലോ ഒരു പഠിക്കുന്ന ഒരു MD അലോപ്പതിക്കാരന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ റിസൾട്ടുകൾ അത് അനലൈസ് ചെയ്യുന്നതിനോ പിടിക്കുന്നതിനോ ഡയഗ്നോസ് ചെയ്യുന്നതിനോ കഴിയുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഇവിടെ ഒന്നും വേണ്ട, മനുഷ്യശരീരത്തെ പോലും വേണ്ടത്ര പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് നടത്തി നിങ്ങൾ പുറത്തിറങ്ങിയാൽ വരാൻ പോകുന്ന സംഭവം ഇന്നത്തെ തലമുറയെ കുറിച്ച് ആലോചിക്കണം. ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ കാണുന്നത് ഈ പറയുന്ന പ്രീ ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സിന് വരുമ്പോഴേ. ഇന്ന് നഴ്സറി ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് 5ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അയാൾ ഇന്റർനെറ്റ് പരിശോധിക്കാൻ പഠിക്കാൻ നോക്കുന്ന ആൾക്കാരുടെ സമൂഹമാണ് വളർന്നു വരുന്നത്. അപ്പൊ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ വരുന്ന ആൾക്കാര് ഇപ്പൊ ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അറിയാവുന്നവർ ആദ്യം നെറ്റിലാണ് പോകുന്നത്. അയാൾക്ക് ഈ ഡയഗ്നോസിസ് നോക്കുന്നതിന് ഏതെങ്കിലും ഒരു ലാബിന്റെ റിസൾട്ട് കിട്ടിയാൽ അത് പോയി അനലൈസ് ചെയ്ത് ഇതിനെന്തൊക്കെ മരുന്ന്, ഏതൊക്കെ ചികിത്സ, ഇതിനപ്പുറത്ത് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ, ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ എല്ലാം അറിഞ്ഞിട്ടാണ് ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറെ സമീപിക്കുന്നത്. പഴയ കാലഘട്ടം അത് വളരെ അടുത്ത ഒരു 5-10 കൊല്ലത്തിനകം യാതൊരു സംശയമില്ല അന്ന് വരുന്ന പേഷ്യൻസിൽ ഒരു 75-80% ആൾക്കാർ ഈ രീതിയിലുള്ളവരെ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ഹോമിയോപ്പതിയിലെ ബേസിക് സയൻസ് ഒന്നും പഠിക്കാതെ ഇറങ്ങുന്ന ഡോക്ടർമാർ അവര് ഒന്ന് വാപിടിച്ചിരിക്കും. യാതൊരു സംശയം വേണ്ട. ഹോമിയോപ്പതി നിങ്ങൾക്ക് കഴിവുണ്ട്, സാധ്യതയുണ്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. അറിഞ്ഞൂടാത്ത ഒരു ഡോക്ടറെ ആരെയും സമീപിക്കും. അപ്പൊ നമ്മൾ ചെന്നെത്താൻ പോകുന്ന സ്ഥലം എവിടെ നോക്കും? ഹോമിയോപ്പതിക് കോളേജുകളുടെ മാനേജ്മെന്റിന്റെ സൗകര്യത്തിന് അവരുടെ ലാഭത്തിന് വേണ്ടി ഹോമിയോപ്പതിയുടെ ഈ മൂല്യ തകർച്ച ഉണ്ടാക്കുന്ന ഈ സിലബസ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന CTH മെമ്പേഴ്സോ ഈ പറയുന്ന സ്ഥാപനങ്ങളോ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളോ എന്ത് പ്രതികരിച്ചുകൊണ്ട് അറിയിക്കുകയാണ്? ആരാണ് നിങ്ങളെ അറിയിക്കേണ്ട ചുമതല അവർക്കില്ല. അപ്പൊ ഇത് നശിപ്പിക്കാൻ പോകുക. അപ്പൊ ഇവിടെ 43 ബുക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെ ഡിഫൻഡ് ചെയ്യാം? അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറെ അന്ന് പറഞ്ഞു. ഇവിടെ കുറെ പേര് അറിഞ്ഞു. എത്ര അധ്യാപകരുണ്ട്? എത്ര അധ്യാപകരെ കുറിച്ച് അറിയണം? ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പലർക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ല. അവിടെ എന്തോ ഇരിക്കുന്ന ഞാനീ പോകുന്നത് എന്തോ രമ്യന്മാർ എന്തോ വേറെ പുതിയ സ്ഥാനം എന്റെ താരവിദ്യയൊക്കെ അങ്ങേ അറ്റത്തെത്തിയില്ലേ, അങ്ങനെ ഇറങ്ങുന്നില്ലേ ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഒരു സ്ഥാനം എത്തിക്കും കുറവില്ല. ഞാൻ നേരത്തെ പറഞ്ഞാണ് എന്റെ പ്രയാസം ഈ 50 കൊല്ലമായിട്ട് നടന്ന് കേരളത്തെ ഈ പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതിന്റെ ഓരോ പ്രവർത്തനത്തിലും ഓരോ മേഖലകളിലും എല്ലാ മേഖലകളിലും വ്യാപിക്കുന്ന ഒരു അവസരം കിട്ടിയ എന്റേതായ ചെറിയ ചെറിയ സംഭാവനകൾ ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അത് ഉണ്ടായിക്കഴിഞ്ഞത് നശിക്കാൻ പോകുന്നതിന്റെ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പ്രതികരിക്കാത്ത സമൂഹം, വേറെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഈഗോ പ്രശ്നം. ഇവിടെ എന്തിനാ 2, 3, 4 പ്രസ്ഥാനങ്ങൾ? എന്തുകൊണ്ടൊന്നും അവരെ ഒന്നിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഡെക്കേഡ് മൂവ്മെന്റ് ആശയപ്പെടുന്നത്. അവരെല്ലാവരെയും ക്ഷണിച്ചു, കുറെ പേരെല്ലാവരും മാറിനിൽക്കുന്നു.
അവരെ ആന്റി റിപ്പോർട്ട് നടത്തിക്കോട്ടെ. ഏത് അധികാരികളുടെ മുന്നിലും ഈ കാര്യങ്ങൾ പോയി പ്രസന്റ് ചെയ്യാൻ എനിക്ക് മടിയില്ല. കാരണം ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റ് 12, 13 പഞ്ചവത്സര പദ്ധതികൾ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ കൊടുത്ത് ഫണ്ടുകൾ അനുവദിക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ കേന്ദ്രീകരിച്ച് ഒരു ഡെക്കേഡ് മൂവ്മെന്റ്, ഒരു ദശവർഷ മുന്നേറ്റം ഹോമിയോപ്പതിക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന ദശവർഷ മുന്നേറ്റം ഉണ്ടാകുന്ന ആ ഹോമിയോപ്പതിയുടെ വിവിധ മേഖലകളെന്ന് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള സംഹിതകൾ അല്ലെങ്കിൽ ആക്ടുകൾ, പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രാക്ടീസ് ആക്ട് വന്നിട്ടില്ല. എന്തറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് ഇവിടെ മലബാർ മേഖലയിൽ ഒരു രജിസ്ട്രേഷനും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ആ പ്രശ്നം വന്നു. അപ്പൊ അങ്ങനെ ഉള്ള ആക്ടുകൾ, ഫാർമസി കൗൺസിൽ ആക്ടിന്റെ ആവശ്യം, ഈ പറയുന്ന ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആവശ്യം, ഇങ്ങനെയുള്ള ആക്ടുകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഹെൽത്ത് കെയറിന് അടുത്ത പറഞ്ഞ രണ്ടാമത്തെ ഹെൽത്ത് കെയറാണ്. ഏകദേശം 11 ആവശ്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ മനസ്സിലാവും. 1 ഡിസ്പെൻസറി ഇൻ എവരി ഗ്രാമപഞ്ചായത്ത് കണക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 125 ബെഡഡ് ഹോസ്പിറ്റൽ ഇൻ എവരി ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്റഗ്രേഷൻ ഓഫ് 4 സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, കോ ലൊക്കേഷൻ അനുവദിക്കണം. പബ്ലിക് ഹെൽത്ത് സെന്ററിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, താലൂക്ക് ഹോസ്പിറ്റലും അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി വിങ്ങുകൾ ഉണ്ടാവണം. അതുപോലെ ഹെൽത്ത് കെയർ ടു എംപ്ലോയീസ്, ഹോമിയോ ESI ഉണ്ടാവണം. മറ്റേ സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ സിവിൽ സ്റ്റേഷൻസ്, കളക്ടറേറ്റുകളിൽ മറ്റുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അതുപോലെ ഹെൽത്ത് കെയർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓരോരോ മേഖലകളിൽ ഹോമിയോപ്പതി സ്കോപ്പുള്ള മേഖലകളിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക് ആരംഭിക്കണം. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ വ്യാപകമായി അന്വേഷിച്ച് അപ്പർ പ്രൈമറി സ്കൂൾ വരെയുള്ളവർക്കും ഉൾപ്പെടാം. ആ മേഖലകളിൽ ഒരുപാട് സ്കോപ്പുണ്ട്. കാരണം ഈ യങ്ങർ ജനറേഷനിലെ ഒരുപാട് പേർക്ക് ഹോമിയോപ്പതി ഇന്റേണൽ ഡിസ്പ്ലേഷൻ ഉണ്ടെന്ന് കഴിയാം. റെക്കറന്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് വരുന്നു, അഡിനോയിഡ്സ് വരുന്നു, റെക്കറന്റ് ആസ്മ വരുന്നു, റെക്കറന്റ് ആയിട്ട് അത് കാരണം ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നു. ഒരു നല്ല ജനറേഷൻ, ആരോഗ്യമുള്ള ഒരു ജനതയെ കൊണ്ടുവരാൻ ഈ പറഞ്ഞ അലോപ്പതി മരുന്ന് കഴിച്ചാൽ മാത്രം അതൊക്കെ താൽക്കാലികമായിട്ട് റിലീഫ് ഉണ്ടാക്കുന്നത് ആ ഡിസ്പ്ലേഷൻ കറക്റ്റ് ചെയ്യുന്നില്ല. അവരുടെ സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഹോമിയോപ്പതിക്ക് മരുന്നുണ്ട്. പക്ഷേ ഇത് ജനം ബോധ്യപ്പെടുത്തണം, അധികാരികൾ ബോധ്യപ്പെടുത്തണം. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ അത് വ്യാപകമാക്കണം. അതുപോലെ 25 ബെഡഡ് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ 2 ഇംഗ്ലീഷ് മലയാളങ്ങളുണ്ട്. എപ്പിഡമിക് കൺട്രോൾ. ആ എപ്പിഡമിക് കൺട്രോൾ ഇന്ന് നടക്കുന്ന സംവിധാനം, ഞാൻ അതിന്റെ പ്രോട്ടോകോളും ഇതൊക്കെ ഉണ്ടാക്കുവാനാണെങ്കിൽ പോലും അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. അതുപോലെ ഇംഗ്ലീഷ് ഹോമിയോപ്പതി മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് സെന്റർ, മാതൃ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഹോമിയോപ്പതി കൊണ്ടുവരണം. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ക്യാമ്പയിൻ നടത്തി. പക്ഷേ അതിന്റെ ഫലം ഇതുവരെ ഇവിടെ സമൂഹത്തിൽ ലഭിച്ചിട്ടില്ല. അതുപോലെ ശീതാലയ പ്രോജക്ട് എല്ലാവരും ശ്രദ്ധിക്കണം. പെർമനന്റ് അക്കോമഡേഷൻ ടു ഓൾ ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് ഉണ്ടാവണം. ആ രംഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നിർദ്ദേശങ്ങൾ 10 കൊല്ലം കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തതിൽ പറഞ്ഞിരിക്കണം. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ ട്രെയിനിങ്ങിന്റെ രംഗത്ത് ഏകദേശം 23 പരം നിർദ്ദേശങ്ങൾ. അതായത് ഒന്ന്, സംസ്ഥാനത്തെ എല്ലാ കോളേജുകളിലും CTH പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റാഫും മറ്റേതും ഉണ്ടാവണം. ഇപ്പൊ തന്നെ ഇവിടുത്തെ സീറ്റ് കൂട്ടണം. ഉള്ള കോളേജുകളിൽ 400 ഉണ്ടാക്കണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കോളേജ് യൂണിവേഴ്സിറ്റി ഉണ്ടാവണം. അത് പുറമെ അടുത്ത് വരുന്നത് ഈ പറയുന്ന കോട്ടയം, കൊച്ചി ഈ മേഖലകളിലൊക്കെ ഏതെല്ലാം കോളേജുകളിൽ PG കോഴ്സുകൾ ആരംഭിക്കാം, ഏതെല്ലാം കോളേജുകളിൽ സീറ്റ് കൂട്ടാം, ഇതേക്കുറിച്ച് പഠനം നടത്തി അത് കൂട്ടത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ CRIS കൊച്ചിയിലാണ് ഇത് സൈക്കാട്രി ഉപേക്ഷിക്കുന്നത്. ലോകത്ത് ഒരിടത്തുമില്ല ഇങ്ങനെ സൈക്കാട്രിക് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി സൈക്കാട്രി MD നടത്താൻ ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊച്ചിയിലാണ്. അതവിടെ നടത്തണം. അതുപോലെ ഫാർമസിയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തി ഫാർമസി MD കോഴ്സ് നടത്തണം. ഇനി ഇതൊന്നും ഇല്ലാത്ത കോളേജുകളിൽ സൈക്കാട്രി MD, ഫാർമസി MD എന്താണ് നടക്കുന്നത്? പാർലമെന്റുണ്ട്, വിനായകരുണ്ട്. ഞാനിവിടെ വിനായകർ എവിടെ? നിങ്ങളിപ്പോ അല്ലെങ്കിൽ ഇവിടെ നവനാട ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട് MD സൈക്കാട്രി. എത്ര പേഷ്യന്റ് അവിടെ ഉള്ളത്? ഇവരൊരു ആൻസൈറ്റി ന്യൂറോസിസ് പേഷ്യന്റ് പോലും ഇല്ല. പിന്നെ എങ്ങനെ അവിടെ സൈക്കാട്രി നടത്തുന്നത്? അപ്പൊ അത് നടത്താൻ പറ്റുന്ന സ്ഥാപനം കേരളത്തിലുണ്ട്. ഇത് പക്ഷേ ജനങ്ങളെ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തി അവിടെ കൊണ്ടുവരണം. അതേപോലെ ഫാർമസി കോളേജ്, അതേപോലെ നഴ്സസ് ട്രെയിനിങ്, ഹോമിയോപ്പതിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ്. നമുക്ക് ഇപ്പോഴും നമുക്ക് മാത്രമേ ഉള്ളൂ എഡ്യൂക്കേഷൻ ഡയറക്ടറിന്റെ. അതുപോലെ ടീച്ചേഴ്സിന്റെ PG എടുക്കുന്നതിനുള്ള
പഠിക്കാനുള്ള സൗകര്യം. ബേസിക് പ്രാക്ടീഷണേഴ്സ് ബേസിക് സബ്ജക്റ്റില് യൂണിവേഴ്സിറ്റിയിൽ എടാ BHMS-കാരും അത് അവിടെ ഞാൻ പറഞ്ഞ BHMS-ന്റെ കോഴ്സ് റെഡ്യൂസ് സബ്ജക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവകാശപ്പെടാൻ പറ്റും. ഇതില്ലെങ്കിൽ നമുക്ക് പോലെ MBBS-ന് കാർക്ക് MD അനാട്ടമി MD ഫിസിയോളജി ഡയഗ്നോസ്റ്റിക് പഠിക്കാൻ അവകാശമുണ്ടെങ്കിൽ അതേപോലെ അതേ സിലബസ് പഠിച്ച BHMS-കാർക്ക് ബേസിക് എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് അവിടെ MSc അല്ലെങ്കിൽ MD കോഴ്സുകൾക്ക് കൊടുക്കണം, അഡ്മിഷൻ കൊടുക്കണം നമ്മുടെ ആവശ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് റിസർച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പേഴ്സൺസ് ഉണ്ടാവും. അതൊരു ടീച്ചേഴ്സ് ട്രെയിനിങ്, അപ്ഡേറ്റിംഗ് ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ്, സർവീസ് ട്രെയിനിങ് ടു മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്, സ്പെഷ്യൽ ട്രെയിനിങ് ടു ഹോമിയോപ്പത്ത്, അവോയ്ഡിംഗ് കോളേജ് കോഴ്സ് ലാഗിംഗ്. നമ്മുടെ കേരളത്തിലാണ് കോഴ്സ് ലാഗിംഗ് കൂടുതലുള്ളൂ. തമിഴ്നാട്ടിലൊന്നും കുഴപ്പമില്ല, കൃത്യമായിട്ട് വരികയാണ്. അതുപോലെ ഡെവലപ്പിംഗ് GHPC കോഴിക്കോട് സെന്റർ ഓഫ് എക്സലൻസ്. ഈ സെൻട്രൽ ഗവൺമെന്റ് സെന്റർ ഓഫ് എക്സലൻസിന് അടുത്ത 20 കോടി രൂപയാണ് വിളിച്ചത് ഒരു സെന്റർ ഓഫ് എക്സലൻസ്. അപ്പൊ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് ഒരു സെന്റർ ഓഫ് എക്സലൻസ് വേണം. അപ്പൊ കോഴിക്കോട് കോളേജിനെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വെക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോളേജുകളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന സ്കീം അനുസരിച്ച് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിന് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും പ്രത്യേകിച്ച് എയ്ഡഡ് കോളേജ് ആകുമ്പോൾ ഈ കോളേജിന് 8 കോടി രൂപയ്ക്ക് ഉള്ള പ്രോജക്റ്റ് ആയിരുന്നു ഈ 12ാം ബജറ്റ്. PG കോളേജിന് 12 കോടിയാണ്. ഇത് നിങ്ങളിത് വായിക്കുമോ? അപ്പോ ഈ കോടികൾ ഇവിടെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് എത്ര പേർക്ക് അറിയാം ആര് കോടിയുന്നു? അപ്പൊ ഈ കോളേജുകളൊക്കെ വളരെ സുസജ്ജമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും ഈ 12ാം ബജറ്റിൽ പണം മുടക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ UGC ടീച്ചേഴ്സ്, എനിക്കറിയാം ഈ കോളേജിലെ കുറെ ആൾക്കാർക്ക് UGC കീഴിലുണ്ട്. ആ ഡെസിഗ്നേഷൻ വേറെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് UGC കിട്ടുന്നില്ല. അത് കോളേജിൽ അനാർക്കി ഉണ്ടാക്കുന്നു. കാരണം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരാളെ പ്രൊഫസർ കഴിഞ്ഞാൽ റീഡർ ലെക്ചറർ എന്ന് പറയുമ്പോൾ മറ്റൊരു അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള ആള് PG ഇല്ലെങ്കിൽ അയാളെ റീഡർ എന്ന് വിളിക്കും, മറ്റേതിനകത്ത് അസോസിയേറ്റ് പ്രൊഫസർ എന്ന് വിളിക്കും. അപ്പൊ അയാളാണോ പ്രൊമോഷൻ കിട്ടുന്നത്? ആകെ കൺഫ്യൂഷൻ. ഇത് കോളേജുകൾ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇത് നടപ്പിലായി വരുമ്പോൾ പ്രാബല്യത്തിൽ സാറുമാരുടെ സ്പർദ്ധ കൂടും. ഒരു ഡിപ്പാർട്ട്മെന്റും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ദിവസവും കോടതി ഇപ്പത്തന്നെ കോടതി കേസുകളാണ്. ഈ കേസുകളെല്ലാം ഉണ്ടാകും. ഇത് പരിഗണിക്കുവാൻ മാർഗമുണ്ട്. അത് ഇവിടുത്തെ ടീച്ചേഴ്സ് തമ്മിലുള്ള തർക്കമാണ്. അത് PG, ഡയറക്ട് PG, എക്സ്റ്റേണൽ PG, അവർ രണ്ടുപേരും തമ്മിൽ കുസ്തി കൂടിയാണ്. ഞങ്ങളുടെ എക്സ്റ്റേണൽ PG മറ്റേത് തുല്യമാക്കണം എന്ന് വാശി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം അതിന്റെ കണ്ടക്ട് ഓഫ് സിലബസ് ഈ കാര്യങ്ങൾ കേരള യൂണിവേഴ്സിറ്റി പഠനത്തിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈക്വലൈസ് ചെയ്യാനുള്ള. പക്ഷേ അവർക്ക് എന്തിനാ ഇത് ഈ സൗകര്യം നിഷേധിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ UGC പാറ്റേൺ അനുസരിച്ചിട്ട് ഗ്രേഡ് പേയിൽ ചില അഡ്ജസ്റ്റ്മെന്റ് വരുന്ന CPS നോംസ് അനുസരിച്ചിട്ട് അവരുടെ പ്രൊമോഷൻ തസ്തികയിൽ ഒരു പ്രൊമോഷൻ തസ്തികയിൽ ഒരേ ശമ്പളം. ഗ്രേഡ് പേയിൽ മാത്രം ചെറിയ വർഷങ്ങളുടെ ചെറിയ ഡിഫറൻസ് മാത്രം ചെയ്താൽ ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാം. ഇതിന്റെ പേരിൽ എന്തിനാ തർക്കം? അപ്പൊ ഇത് പരിഹരിക്കാനുള്ള സജഷൻ ഞാൻ ശാസ്ത്രീയമായിട്ട് ലീഗലായിട്ടുള്ള സജഷൻ കൊടുക്കാൻ ഞാനൊന്നും പഠിച്ചത്. പക്ഷെ അത് ഉപയോഗിക്കുവാൻ ഞാൻ അനുസരിച്ചിട്ട് ഈ കോളേജിലെ ടീച്ചേഴ്സ് ഒന്നും ഇത് വായിച്ചാക്കില്ല. എഡ്യൂക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ ടെക്കേഡ് മൂവ്മെന്റ് കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം കേൾക്കുവാൻ തയ്യാറല്ല. പക്ഷെ അവർക്ക് മത്സരിക്കണം. അപ്പം അവർക്ക് ശമ്പളമല്ല ആവശ്യം, വേറെ എന്തോ താല്പര്യം. ഞാൻ ആരെയും കുറ്റപ്പെടുകയാണ്. ഇതൊക്കെ അന്തിമമായിട്ട് കോളേജിനെ ബാധിക്കും, ഹോമിയോപ്പതിയെ ബാധിക്കും. അതുപോലെ പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി. കേരളം വേൾഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ വന്നാൽ ഈ സ്കീം ഇതിനകത്ത് പ്രൊപ്പോസ് ചെയ്യുന്നതിന്റെ പ്രാഥമിക